നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ പോളിക്യാബ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരാഴ്ച കടുത്ത കറക്ഷനിലൂടെയാണ് കടന്നുപോയത്. മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് പോളിക്യാബ് ഇന്ത്യ എന്ന സ്റ്റോക്ക്. പോളിക്യാബ് മോശം പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റിൽ വന്ന വീക്ക്നെസ് തന്നെയാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 2% ഇടിഞ്ഞു. കൂടാതെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ വളരെ വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലും കനത്ത സെല്ലിംഗ് പ്രഷർ വരികയും ചെയ്തു. മിഡ് ക്യാപ് സെക്ടറിൽ ഒരു പ്രോമിനൻ്റ് സ്റ്റോക്കായ പോളിക്യാബ് എന്ന സ്റ്റോക്കിലും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ പോളിക്യാബ് എന്ന സ്റ്റോക്കും മാർക്കറ്റും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡിൻ്റെ വില $100 മുകളിലേക്ക് ഉയർന്നതും യുദ്ധത്തെ തുടർന്ന് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസും കമ്പനികൾക്ക് ലഭിക്കുന്ന ഓർഡറിൽ വന്ന കുറവും മൂലമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് പോളിക്യാബ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രകടമാകുന്നുണ്ട്. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 17% ഇടിയുകയും ചെയ്തു. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കായിട്ടും കമ്പനിയുടെ വാല്യുവേഷനിൽ അത്ര വലിയ കുറവൊന്നും വന്നിട്ടില്ല. സെക്ടറിൻ്റെ വാല്യുവേഷൻ, അതായത് കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിംഗ് സെക്ടറിൻ്റെ വാല്യുവേഷൻ 41.24 ആയപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 49 അടുത്തായിട്ടാണുള്ളത്. കൂടാതെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ 9.65 എത്തുകയും ചെയ്തു. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് പ്രീമിയം വാല്യുവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്കാണ് പോളിക്യാബ് എന്ന സ്റ്റോക്ക്. പോളിക്യാബ് എന്ന സ്റ്റോക്കിൽ റീസെൻ്റ്ലി കമ്പനിയുടെ പ്രൊമോട്ടർ 0.5% കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 61.52% നിന്നും 61.50% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടർ ഈ കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഉയർന്നതാണ് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് സൂചനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീക്ക് ഫേസിലാണ്. 50-day 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ ആയ 8724 നിന്നും 17% സ്റ്റോക്ക് കറക്റ്റായി 7203 എത്തിക്കഴിഞ്ഞു. ഇവിടെ 7000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 7000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 6000 വരെ ഇടിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് അവന്യൂ സൂപ്പർ മാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അവന്യൂ സൂപ്പർ മാർട്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 2% ഉയർന്ന ഒരു സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർട്ട്. വീക്ക് മാർക്കറ്റിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മികച്ച സ്റ്റോക്കായി അവന്യൂ സൂപ്പർ മാർട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് 8% കറക്റ്റ് ആയപ്പോൾ സ്റ്റോക്ക് പോസിറ്റീവ് റിട്ടേണും നൽകി. അവന്യൂ സൂപ്പർ മാർട്ട് റീസെൻ്റ്ലി പുതിയ സ്റ്റോറുകൾ അഗ്രസീവായി ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ പലപ്പോഴും പ്രകടമാകുന്നത്. മാർച്ച് 12 തീയതി കമ്പനി മഹാരാഷ്ട്രയിൽ 2 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിരുന്നു. അതിനു മുൻപ് മാർച്ച് 6 മാർച്ച് 8 കമ്പനി പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. മാർച്ച് 6 കർണാടകയിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുകയും മാർച്ച് 8 ഗുജറാത്ത്, ഗോവ, പഞ്ചാബ്, തെലങ്കാന, കർണാടക, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇതുവഴി ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 463 കമ്പനി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അഗ്രസീവായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ തന്നെയാണ് ഈ സ്റ്റോർ ഓപ്പണിംഗ് വഴി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ഡീസൻറ്റ് പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 885 കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ റവന്യൂ 15,972 കോടിയിൽ നിന്നും 18,100 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കാണ്. 4000 എന്ന റെസിസ്റ്റൻസിനെ മറികടക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ ലോങ് ടൈമിലും അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്